ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിത് ഇവിടെ വളരെ പെട്ടെന്ന് ബീഫും ഗീ റൈസും എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇത് ബീഫ് ഇവിടെ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, വെള്ളം, ഉപ്പുപൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു 10 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല. പിന്നെ അടുത്തതായി ഇട്ടത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കായാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ലീഫിന്റെ ഒരു പൊട്ടിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിൽ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പൊ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് സവാളയും തക്കാളിയും അരിഞ്ഞു വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചത്. എണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയതിനു ശേഷം നമുക്കൊരു നുള്ളു ഉപ്പും നുള്ളു കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൈ കൊണ്ടൊന്ന് തിരുമ്മിയതിനു ശേഷം ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി മണം കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് നന്നായി അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ച പേസ്റ്റ് ഇടുന്നതിനോടൊപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു ലേശാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചട്ടിയിൽ ഇട്ടപ്പോൾ ആ പേസ്റ്റിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. ആ ജാറിൽ ഒരു നുള്ളു വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇവിടെ റെഡിയാണല്ലോ. ആ ബീഫും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു നുള്ളു മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അത് അടച്ചു വെച്ച് ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കത് അതേ കുക്കറിൽ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു പട്ട ഇട്ടതിന് ശേഷം ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് കഴുകി വെച്ച റൈസ് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റി കൊടുത്തു. വഴറ്റി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഞാൻ ബീഫിൻ്റെ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു ബീഫ് വേവിച്ച വെള്ളം ഒരു ലേശം ഞാൻ ആ ബീഫിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും റൈസിൽ ഞാനിത് അതിൻ്റെ ബാക്കി വന്ന ഒരു ഗ്ലാസ് ബീഫ് വേവിച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു പൊടി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുത്തു. അപ്പോഴേക്കും ബീഫിലിത് നേരത്തെ ഒരു നാരങ്ങയുടെ പൊട്ടുണ്ടായിരുന്നു. ആ പൊട്ട് ഞാനിത് ബീഫിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി നമുക്ക് ഇട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പം ബീഫ് റെഡി ആയി. നമ്മുടെ കുറുകിയ നല്ല ബീഫ് കുറുങ്ങനെയുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് റെഡി. ഞാനും പൊന്നൂസും കഴിക്കായിരുന്നു കേട്ടോ. പൊന്നൂസിന് ഇങ്ങനത്തെ പിന്നെ നെയ്ച്ചോറൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അധികം മസാലയൊന്നും ഇല്ലാതെ. ബിരിയാണി ആണെങ്കിലും ഒരുപാട് മസാല ഒന്നും അവന് ഇഷ്ടമല്ല. അപ്പം അതേ ഞാൻ കഴിച്ചു. അവനെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.